ഇടുക്കി ജില്ലാ ടി എസ്റ്റേറ്റ് മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തോട്ടത്തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. നടപ്പിലാക്കേണ്ടത് 2021 ജനുവരി 1 മുതൽ നടപ്പിലാക്കിയിരുന്ന ശമ്പള വർധനവ് 1.5 വർഷത്തിന് ശേഷമാണ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ചെറിയ വർധനമുണ്ടായി. 41 രൂപയാണ് വർധനവ്. 18 മാസക്കാലം തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചില്ല. കേരളത്തിലെ തോട്ടം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിച്ചുകൊണ്ടുള്ള 2023 നോട്ടിഫിക്കേഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചു. പ്രതിദിന വേതനം 900 രൂപ ആക്കണമെന്നും DA, കമ്പിളി അലവൻസ്, സർവീസ് വേജസ്, ഓവർ കിലോ നിരക്ക് എന്നിവ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും തോട്ടം തൊഴിലാളികളുടെ ഭവന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നും അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് PLC ചെയർമാനും തൊഴിൽ മന്ത്രിക്കും APKയ്ക്കും BMS ഫെഡറേഷൻ നോട്ടീസ് കൊടുത്തിരുന്നു. എന്നാൽ ഫെബ്രുവരി 18 മന്ത്രിയുടെ സാന്നിധ്യത്തിലും മാർച്ച് 5 ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലും ചർച്ച നടന്നപ്പോൾ 2012 ശേഷം തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും 2017 2020 2023 ഗവൺമെന്റ് ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ അടിസ്ഥാന ശമ്പളത്തിൽ നാമമാത്രമായ വർധന മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇതിനാൽ തൊഴിലാളികളുടെ മുൻകാല പ്രാബല്യം നഷ്ടപ്പെടുകയുണ്ടായെന്നും നേതാക്കൾ പറഞ്ഞു. മാർച്ച് 7 തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലെടുത്ത തീരുമാനം വഞ്ചനാപരമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഏലപ്പാറയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ PS മോഹനൻ അധ്യക്ഷനായിരുന്നു. ശിവദാസൻ, P ആൽവിൻ, PK ബിജുമോൻ, MS ബിജു, വിജയകുമാർ, SP രാജരത്നം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.